പകൽ സമയത്ത് വിളക്കുമേന്തി സത്യസന്ധനായ ഒരാളെ തേടിയ ഗ്രീക്ക് തത്വജ്ഞാനിയാണ് ഡയോജനസ്. കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വരുത്തിയ ആദ്യത്തെ രാജ്യമാണ് ചൈന. സ്ത്രീകളെ പഠിക്കാൻ അനുവദിച്ച ആദ്യ സർവകലാശാലയാണ് ലണ്ടൻ സർവകലാശാല. കടൽമാർഗം ലോകം ചുറ്റിയ ആദ്യത്തെ വ്യക്തിയാണ് മെഗലൻ. ഒരു കുതിരയ്ക്ക് വേണ്ടി രാജ്യം കൊടുക്കുവാൻ തയ്യാറായ ഇംഗ്ലീഷ് രാജാവാണ് റിച്ചാർഡ് മൂന്നാമൻ. ആദ്യ മലയാള വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. ഗാന്ധിജിക്ക് ബാപ്പുജി എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ടുള്ള അച്ഛനും മകനുമാണ് ജോൺ ആദംസും ജോൺ ക്വിൻസി ആഡംസും. ഗജശാസ്ത്രം എഴുതിയ മഹർഷിയാണ് പാലകാപ്യൻ. ഇസ്രായേൽ രൂപീകരണത്തിന് ശേഷം വധിക്കപ്പെട്ട അവിടുത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ് യിഷാക് റാബിൻ. ആഹാരം കഴുകിയ ശേഷം മാത്രം കഴിക്കുന്ന ജന്തുവാണ് റാക്കൂൺ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ മുഖ്യമന്ത്രിയാണ് ശ്രീമതി മായാവതി. റെയിൽവേ ഏറ്റെടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് പിങ്ക് ബുക്ക്. കേരളത്തിലെ കത്തോലിക്ക കലാലയങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് സെന്റ് തോമസ് കോളേജ്, തൃശൂർ. ഏഷ്യയിലെ ആദ്യമായി സിംഫണി രചിച്ചത് ഇളയരാജയാണ്. പുകയില ആദ്യമായി കൃഷി ചെയ്തിരുന്നവർ അമേരിക്കൻ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബന്ദ് നടന്ന വർഷം 1907 ശ്രീ ബാലഗംഗാധര തിലകിനെ ജയിലിൽ അടച്ചപ്പോൾ. അച്ഛനും അമ്മയും പ്രധാനമന്ത്രിമാരായിരുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെ ശ്രീമതി ചന്ദ്രിക കുമാരതുംഗ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. കേരളത്തിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരൻ റൽഫ് ഫിച്ച്. കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ജീവിയാണ് ചീവീട്. ഏറ്റവും വലിയ കടൽ പക്ഷിയാണ് ആൽബട്രോസ്. ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമയാണ് ഇന്ദ്രസഭ, 71 ഗാനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏത്? ആലം ആര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. അന്ന കരനീനയുടെ കർത്താവാണ് ലിയോ ടോൾസ്റ്റോയ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇടശ്ശേരിയെ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. അന്ന് ആരുടെ ജന്മദിനമാണ്? വില്യം ഷേക്സ്പിയർ. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് ആമസോൺ. ജലക്ഷാമം മൂലം ശുദ്ധജലത്തിന് പകരം പാൽ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ജയ്സാൽമീർ, രാജസ്ഥാൻ. ഒരു തുള്ളി രക്തത്തിൽ ഏകദേശം എത്ര കോശങ്ങളുണ്ട്? 500 കോടി. കുത്തബ് മിനാർ പണി കഴിപ്പിച്ച സുൽത്താൻ ഇൽത്തുമിഷ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറമെന്ത്? ഓറഞ്ച്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന അവയവമാണ് കിഡ്നി. പോളിയോ രോഗത്തിന് ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ജോൺസ് ഇ സൾക്ക്. യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? ചമ്പാരൻ, ബീഹാർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? ദക്ഷിണാഫ്രിക്ക. സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല എന്ന ബഹുമതിക്കർഹമായത് കേരളത്തിലെ ഏതു ജില്ലയാണ്? പത്തനംതിട്ട. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചത് ആര്? മാതാ അമൃതാനന്ദമയി. ആലപിക്കുവാൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ടിവരുന്ന ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ഗ്രീസിന്റെ. ടോൾസ്റ്റോയ് ഫാം എവിടെ? ഏതു വർഷം? ആര് തുടങ്ങി? ദക്ഷിണാഫ്രിക്കയിൽ 1919 ഗാന്ധിജി തുടങ്ങി. ലോകത്തിൽ ചലച്ചിത്രകലയ്ക്ക് ജന്മം നൽകിയത് ലൂമിയർ സഹോദരന്മാരാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രശാന്തിയുടെ സമുദ്രം
അഥവാ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 1341 വെള്ളപ്പൊക്കത്തിന്റെ അനന്തരഫലമായി കേരളത്തിൽ പൊന്തി വന്ന ദ്വീപാണ് വൈപ്പിൻ. ദുഃഖസൂചകമായി വെളുത്ത നിറത്തിലുള്ള ബാഡ്ജ് ധരിക്കുന്നത് ഏതു രാജ്യത്താണ്? ചൈന. റോം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച ചക്രവർത്തിയാണ് നീറോ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംപ്. ആദ്യമായി ആറ്റം ബോംബ് വീണ സ്ഥലമാണ് ഹിരോഷിമ. താജ്മഹൽ നിർമ്മിച്ച ചക്രവർത്തിയാണ് ഷാജഹാൻ. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമാണ് കപിലവസ്തു. 2009 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ബറാക് ഒബാമയാണ്. ചരിത്രത്തിന്റെ പിതാവാണ് ഹെറോഡോട്ടസ്. അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി. മുഗൾ വംശത്തിലെ അവസാന ചക്രവർത്തിയാണ് ബഹദൂർ ഷാ. സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ബേഡൽ പവൽ. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ സ്ഥലമാണ് കാപ്പാട്. ആദ്യത്തെ ക്ലോൺ എലിയുടെ പേരെന്താണ്? കുറുലീന. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് സുഭാഷ് ചന്ദ്രബോസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ ഉരുക്ക മനുഷ്യൻ ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഡൽഹിയിലെ ചുവപ്പ് കോട്ട പണിയിപ്പിച്ചത് ഷാജഹാൻ ആണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ. ബംഗ്ലാദേശ് നിലവിൽ വന്ന വർഷം 1971 ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകമാണ് ബൈബിൾ. ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ വർഷം 1789 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് മദർ തെരേസയെയാണ്. ഒളിമ്പിക്സിന്റെ ഉത്ഭവ സ്ഥലമാണ് ഗ്രീസ്. ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ആദ്യമായി കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ജർമ്മൻ രഹസ്യ പോലീസിന് ഹിറ്റ്ലറുടെ കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഗെസ്റ്റപ്പോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റാൻ ശ്രമിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആഗ്ര. ചൈനയുടെ റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റാണ് സൺ യാത് സെൻ. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഡൽഹി സിംഹാസനത്തിലിരുന്ന സുൽത്താനയാണ് റസിയ ബീഗം. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് മുജീബുർ റഹ്മാൻ. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അദ്വൈത സിദ്ധാന്ത പ്രവാചകനാണ് ശങ്കരാചാര്യർ. ഇന്ത്യയെ 16 തവണ ആക്രമിച്ച മുസ്ലിം രാജാവാണ് മുഹമ്മദ് ഗസ്നി. ഒരു കാല് മാത്രമുള്ള ജീവിയാണ് ഒച്ച്. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്ക. ഇന്ത്യയിലെ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് സെന്റ് തോമസ് ആണ്. ചന്ദ്രഗുപ്തന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗ എൻലായ്. അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. ആംഗ്ലോ സാക്സൺ ഭരണം ഇംഗ്ലണ്ടിൽ അവസാനിപ്പിച്ചയാൾ വില്യം ഓഫ് നോർമാൻഡിയാണ്. ഇന്ത്യൻ നെപ്പോളിയനാണ് സമുദ്രഗുപ്തൻ. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. മയൂര സിംഹാസനം നിർമ്മിച്ച ചക്രവർത്തിയാണ് ഷാജഹാൻ.
സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപിള്ള. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ ആക്രമിച്ച മാസിഡോണിയൻ ചക്രവർത്തിയാണ് അലക്സാണ്ടർ. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യനാണ്. മൗര്യവംശ സ്ഥാപകനാണ് ചന്ദ്രഗുപ്തൻ. ജസിയ എന്ന കരം നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. കോശങ്ങളിലെ പവർ ഹൗസുകൾ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മൊണാലിസയുടെ ശില്പി ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ആദ്യത്തെ വിമാനസഞ്ചാരികൾ റൈറ്റ് സഹോദരന്മാരാണ്. റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവത്തിന്റെ നേതാവാണ് ലെനിൻ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തത്തെയാണ്. ബ്രിട്ടന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് വാൽപോൾ. ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് ജയപ്രകാശ് നാരായൺ. ദേശീയ രക്തദാന ദിനം എന്നാണ് ഒക്ടോബർ 1. റോമൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ചക്രവർത്തിയാണ് ജസ്റ്റിനീനിയൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രഗത്ഭനായ പ്രധാനമന്ത്രിയാണ് ചാണക്യൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഇറ്റാലിയൻ സർവാധിപതി ബെനിറ്റോ മുസോളിനിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അമേരിക്കയിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കണാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലെ ആദ്യത്തെ ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പിരമിഡുകളുള്ള രാജ്യമാണ് ഈജിപ്ത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരായ നാസി ജേതാവാണ് ഹിറ്റ്ലർ. ചൈനയിൽ ദീർഘകാലം രാജ്യം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് മാവോ സെതു. അമേരിക്കയുടെ ഒന്നാമത്തെ പ്രസിഡന്റാണ് ജോർജ് വാഷിംഗ്ടൺ. കുഷ്ഠരോഗികളുടെ ബന്ധു എന്നറിയപ്പെട്ട മഹാനാണ് ഫാദർ ഡാമിയൻ. നോബൽ സമ്മാനം സ്ഥാപിച്ചത് ആൽഫ്രഡ് നോബൽ. പ്രാചീന ഗ്രീസിലെ ഏറ്റവും പ്രസിദ്ധനായ തത്വജ്ഞാനിയാണ് സോക്രട്ടീസ്. സിംഹങ്ങൾ കൂടുതലുള്ള വൻകരയാണ് ആഫ്രിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച അയർലൻഡുകാരിയാണ് ആനി ബെസന്റ്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ജനിച്ച് ഇറാന്റെ വിദ്വേഷത്തിനിരയായ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് സൽമാൻ റഷ്ദി. ലോക കമ്മ്യൂണിസത്തിന്റെ തത്വശാസ്ത്ര ഗ്രന്ഥമാണ് ദാസ് ക്യാപിറ്റൽ. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് വീർഭൂമി. കുമാരനാശാന്റെ ജന്മസ്ഥലമാണ് തോന്നയ്ക്കൽ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ കറൻസിയാണ് യൂറോ. 1995 ഡിസംബറിൽ അല്പദിവസം ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിക്കുവാനുണ്ടായ കാരണം ടെലികോം ടെൻഡർ വിവാദം. ജാഫ്നയിലെ അവസാനത്തെ തമിഴ് രാജാവാണ് സാംഗീലിയൻ. എയ്ഡ്സ് രോഗം ആദ്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ലോസ് ആഞ്ചൽസ്, അമേരിക്ക. വോളിബോൾ കളിയുടെ പിതാവാണ് വില്യം ജി മോർഗൻ. പരീക്ഷാ സമ്പ്രദായം ആദ്യം നടപ്പാക്കിയ രാജ്യമാണ് ചൈന. സാക്സോഫോൺ ഉപജ്ഞാതാവാണ് അഡോൾഫ് സാക്സ്. സിംഗപ്പൂരിന്റെ സൃഷ്ടാവാണ് സ്റ്റാഫോർഡ് റാഫിൾ. മിസോറാമിൽ നിന്നുള്ള ആദ്യത്തെ കേന്ദ്രമന്ത്രിയാണ് ഡി സിൽവോ. അഗ്നി മിസൈലിന് രൂപം കൊടുത്ത പ്രധാന ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീര അവയവം ഏതാണ്? ഹൃദയം. ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് പാരീസിൽ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത കാറാണ് ലവ് ബേർഡ്. റോബോട്ടുകളുടെ സങ്കല്പം ആദ്യം ലോകത്തിന് നൽകിയ മഹാനാണ് കാറൽ ചെപ്ലക്. വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മരണമടഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ടൈഹോക്കു, ജപ്പാൻ.
സമാധാനത്തിന്റെ നഗരം എന്ന് പറയപ്പെടുന്ന പട്ടണമാണ് ഹിരോഷിമ, ജപ്പാൻ.